Hi viewers, today I'm going to discuss about the risk management process. As we all know that ഒരു ബിസിനസ്സിൽ ഓർ ബിസിനസ്മാൻ്റെ ലൈഫിൽ മാത്രമല്ല സാധാരണക്കാരുടെ ലൈഫിൽ പോലും എന്തുണ്ടാവും ഒത്തിരി റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കൺഫൈൻഡ് ടു എ ബിസിനസ്മാൻ ഓർ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഹിയർ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. So what is risk? Risk is the possibility or chance of loss, danger or injury. എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ നഷ്ടം വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. But still it is mandatory to have some risk in our life, right? Before that, what is risk management? Risk management is the process of analyzing exposure to risk and determining how to best handle such exposure. അപ്പോൾ ഒരു റിസ്കിനെ അല്ലെങ്കിൽ ലോസ് എക്സ്പോഷർ നമ്മൾ അനലൈസ് ചെയ്യും, അതെങ്ങനെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാം, എങ്ങനെ നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ടോപ്പിക് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്. റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിനുള്ളിൽ 4 സ്റ്റെപ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, സെക്കൻഡ് വൺ റിസ്ക് മെഷർമെൻറ്റ്, ദെൻ തേർഡ് വൺ selecting the appropriate technique, the last one implementing and monitoring the risk management program. So let's go through one by one. First one, risk identification. So risk identification ഉള്ള പേര് പോലെ തന്നെയാണ് റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക ഡിറ്റർമൈൻ ചെയ്യുക. സോ ഇറ്റ് റിക്വയർസ് എ നോളജ് അബൌട്ട് ദി ഓർഗനൈസേഷൻ, ബോത്ത് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് വിച്ച് ഇൻഫ്ലുവൻസസ് ഓൾ ദി ഓപ്പറേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. So basically most important loss exposures ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് എക്സ്പോഷേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി ലോസ് എക്സ്പോഷർ. പ്രോപ്പർട്ടി ലോസ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ വരുന്നത് പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്ന ലോസസ് ആണ്. ദാറ്റ് ഈസ് പ്ലാന്റ്, ഫർണിച്ചർ ഓർ കമ്പനി വെഹിക്കിൾസ്, കമ്പ്യൂട്ടർ ഡേറ്റ ഓർ സോഫ്റ്റ്വെയർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന നഷ്ടങ്ങളാണ് പ്ലാന്റ് ലോസ് എക്സ്പോഷറിനുള്ളിൽ വരുന്നത്. സെക്കൻഡ് വൺ ലൈബിലിറ്റി ലോസ് എക്സ്പോഷർ. ലൈബിലിറ്റി ലോസ് എക്സ്പോഷറിനുള്ളിൽ വരുന്നത് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ്, environmental pollution, sexual harassment of employees or discrimination against employees, ഇതൊക്കെയാണ് ഇതിനുള്ളിൽ വരുന്നത്. Then business income loss exposure, loss of income from covered loss, continuing expense after a loss, extra expenses, ഇത്രയാണ് ഇതിനുള്ളിൽ വരുന്നത്. And next one, employee benefit loss exposure, failure to comply with government regulations, violation of fiduciary responsibility, failure to pay promised benefits, this all comes under this head. And foreign loss exposure, that is act of terrorism, foreign currency risk, political risk, this all comes under this set. And next one, market reputation and public image of the organization. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ലോസ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന ലോസ് എക്സ്പോഷർ ആണ് ഇത്രയും കാര്യങ്ങൾ. ഒരു റിസ്ക് മാനേജർ എന്ന് പറയുമ്പോൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് റിസ്ക് മാനേജർ എന്ന് പറയുന്നത്. ഈ റിസ്ക് മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെവറൽ സോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന സോഴ്സസ് എന്ന് പറയുന്നത് റിസ്ക് അനാലിസിസ് ക്വസ്റ്റ്യനെയർ. റിസ്ക് അനാലിസിസ് ക്വസ്റ്റ്യനെയർ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഹി ക്യാൻ ഐഡന്റിഫൈ മേജർ ആൻഡ് മൈനർ ലോസ് എക്സ്പോഷേഴ്സ്. ദെൻ ത്രൂ എ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ, ഒരു ഫിസിക്കൽ ഓർഗനൈസേഷനിലുള്ള ഒരു ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോസ് എക്സ്പോഷേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഫ്ലോ ചാർട്ട്. ദ ഫ്ലോ ചാർട്ട് വിച്ച് ഷോസ് ദ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് ഫൈനാൻഷ്യൽ കോൺസിക്വൻസ് കൂടുതൽ വരുന്നതെന്ന് മനസ്സിലാക്കി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്കെയർസ് റിസോഴ്സസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അസറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, ഓഫ് കോഴ്സ് ഹിസ്റ്റോറിക്കൽ ലോസ് ഡേറ്റ, അതായത് മുൻകാലങ്ങളിൽ ഓർഗനൈസേഷനിൽ സംഭവിച്ച ലോസ് ഹിസ്റ്ററി എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. സോ ഇതാണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷനുള്ളിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ സ്റ്റെപ്പ് 2, റിസ്ക് മെഷർമെൻറ്റ്. റിസ്ക് മെഷർമെൻറ്റ് എന്താണ്, ആ റിസ്കിനെ മെഷർ ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോർമൽ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ദി ഡിഫൈൻഡ് റിസ്ക്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ റിസ്കിൻ്റെ ഇമ്പാക്ട് എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് റിസ്ക് ആർ ഫ്രീക്വൻറ്റ് ആൻഡ് വിച്ച് റിസ്ക് ആർ സിവിയർ. സോ വാട്ട് ഈസ് ഫ്രീക്വൻസി ആൻഡ് സിവിയറിറ്റി? Frequency refers to the probable number of losses that may occur during a particular period of time, and severity refers to the probable size of loss that may occur. അപ്പോൾ ഫ്രീക്വൻസിയും സിവിയാരിറ്റിയും ഇതിൻ്റെ രണ്ടിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, റിസ്കിനെ മെഷർ ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ ലോസ് എക്സ്പോഷർ, ഇറ്റ് ഹാസ് ടു ബി ranked according to its relative significance. So large risk with large probability will tend to be top priority. അതായത് നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. സോ ഈ പ്രയോറിറ്റി ബേസിസിൽ നമ്മൾ റാങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടൈം അല്ലെങ്കിൽ കൂടുതൽ മണി അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് ഏതിൽ സ്പെൻഡ് ചെയ്യാം, ആദ്യം ഏതിൽ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് മെഷർമെൻറ്റിനുള്ളിൽ വരുന്നത്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെക്നിക്. സോ വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദ റിസ്ക് ആൻഡ് വി ഹാവ് മെഷേർഡ് ഇറ്റ്, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു സെലക്ട് അപ്രോപ്രിയേറ്റ് ടെക്നിക്.
റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക് എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ടൈപ്പാണുള്ളത്, റിസ്ക് കൺട്രോൾ ആൻഡ് റിസ്ക് ഫൈനാൻസിങ്. റിസ്ക് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഫ്രീക്വൻസി ആൻഡ് സിവിയാരിറ്റി ഇത് രണ്ടിനെ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് റിസ്ക് കൺട്രോളിനുള്ളിൽ വരുന്നത്. ആൻഡ് റിസ്ക് ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ലോസിനെ കവർ ചെയ്യുന്നു, അതാണ് റിസ്ക് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം റിസ്ക് കൺട്രോൾ എന്താണെന്ന് നോക്കാം. റിസ്ക് കൺട്രോൾ ഇസ് എ ടെക്നിക് അഡോപ്റ്റഡ് ടു റെഡ്യൂസ് ദി ഫ്രീക്വൻസി ആൻഡ് സിവിയാരിറ്റീസ് ഓഫ് ദി ലോസസ്. റിസ്ക് കൺട്രോളിനുള്ളിൽ 3 മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റിസ്ക് അവോയ്ഡൻസ്, second one loss prevention, and third one loss reduction. So what is risk avoidance? Risk avoidance means a certain loss exposure is never occurred or existing loss exposure is abundant. സോ 2 കണ്ടീഷനാണ് പറയുന്നത്. എ സർട്ടൻ ലോസ് എക്സ്പോഷർ ഈസ് നോട്ട് അക്യൂർഡ്, അതായത് ഒരു നഷ്ടം സംഭവിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ ഫ്ലഡ് ലോസ്. നമുക്ക് എങ്ങനെ ഫ്ലഡ് ലോസ് തടയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും? ഫ്ലഡ് വരാൻ സാധ്യതയുള്ള ഏരിയയിൽ നമ്മൾ ആ പെർട്ടിക്കുലർ ബിൽഡിംഗ് വെക്കാതിരുന്നാൽ മതിയാവും അല്ലേ? ഇതാണ് ഫസ്റ്റ് കണ്ടീഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ആൻഡ് എക്സിസ്റ്റിംഗ് ലോസ് എക്സ്പോഷർ ഈസ് അബണ്ടന്റ്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫേം വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഡ്രഗ് എന്ത് ചെയ്യാണ്, മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഭാവിയിൽ വരാൻ പോകുന്ന ലീഗൽ ഒബ്ലിഗേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഇവരിതിനെ വിഡ്രോ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് ലോസ് എക്സ്പോഷർ ഈസ് അബണ്ടന്റ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലോസ് പ്രിവെൻഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ മെഷേഴ്സ് ദാറ്റ് റെഡ്യൂസ് ദ ഫ്രീക്വൻസി ഓഫ് എ പെർട്ടിക്കുലർ ലോസ്. സോ ലോസ് പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലോസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ട്രക്ക് ആക്സിഡൻറ്റ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? അതിൽ ഡ്രൈവറിന് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യുക, വെദർ ഹീസ് ആൽക്കഹോളിക് ഓർ നോട്ട് നമ്മൾ കൺഫേം ചെയ്യുക, ട്രാഫിക് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എന്ത് സാധിക്കും, ഒരു ട്രക്ക് ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് റിഡക്ഷൻ. ലോസ് റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയാരിറ്റി എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ദ മെഷേഴ്സ് ദാറ്റ് റെഡ്യൂസ് ദ സിവിയാരിറ്റി ഓഫ് എ ലോസ്. ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് നമ്മൾ മറ്റ് യൂണിറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നു. സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു തീപിടുത്തോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ മാത്രമേ ഇത് ബാധിക്കത്തുള്ളൂ അല്ലേ, മറ്റുള്ളതിനെ എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല. സോ അതാണ് സിവിയാരിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്. സോ അവോയ്ഡൻസ് പറഞ്ഞു, ആൻഡ് ദെൻ നമ്മൾ ലോസ് പ്രിവെൻഷൻ പറഞ്ഞു. ലോസ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേനും ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ആൻഡ് ലോസ് റിഡക്ഷൻ എന്ന് പറയുന്നത് സിവിയാരിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് റിസ്ക് ഫൈനാൻസിങ്. റിസ്ക് കൺട്രോളിനുള്ളിൽ വരുന്ന 3 പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ റിസ്ക് ഫൈനാൻസിങ്. റിസ്ക് ഫൈനാൻസിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് റെഫേഴ്സ് ടു ടെക്നിക് ദാറ്റ് പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ കവറിംഗ് ഫൈനാൻഷ്യൽ എഫക്ട് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ലോസസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഫേം. അതായത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ലോസ് ആ ഫേമിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ അതിനെ കവർ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് റിസ്ക് ഫൈനാൻസിനുള്ളിൽ പറയുന്നത്. ഇതിനുള്ളിൽ 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റിട്ടൻഷൻ. റിട്ടൻഷനുള്ളിൽ പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. റിസ്ക് റിട്ടൻഷൻ ഈസ് എ കമ്പനീസ് ഡിസിഷൻ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ എ പെർട്ടിക്കുലർ റിസ്ക്. സോ ഇവിടെ ഒരു കമ്പനിക്കകത്ത് എന്തെങ്കിലുമൊക്കെ നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും കമ്പനി തന്നെയാണ് വഹിക്കുന്നത്. വൈ സോ? Because they believe that the cost of doing so is less than the cost of fully or partially insuring against it. So this is all about retention. And second one is non-insurance transfer. It is a method other than insurance. Non-insurance transfer എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. റിസ്ക് ഓർ പൊട്ടൻഷ്യൽ എഫക്ട്സ് ആർ ട്രാൻസ്ഫർ ടു എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി ഇവിടെ റിസ്ക് എന്നാണ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ എ കമ്പനീസ് കോൺട്രാക്ട് വിത്ത് എ കൺസ്ട്രക്ഷൻ ഫേം. ഒരു കൺസ്ട്രക്ഷൻ ഫേമായിട്ട് ഒരു കോൺട്രാക്ട് വയ്ക്കണം. അതായത് ആ കൺസ്ട്രക്ഷൻ ഫേം ഒരു ന്യൂ പ്ലാന്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ പ്ലാന്റിന് എന്ത് ഡാമേജ് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ കൺസ്ട്രക്ഷൻ ഫേമിനാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി ഒരു കോൺട്രാക്ട് അവരുമായിട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഇറ്റ്സെൽഫ് എന്നാണ് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. പിന്നെ ആർക്കാണ്? തേർഡ് പാർട്ടി, അതായത് ആ കൺസ്ട്രക്ഷൻ ഫേമിനാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, റിസ്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നോൺ ഇൻഷുറൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് മെത്തേഡ് അണ്ടർ റിസ്ക് ഫൈനാൻസിങ് ഈസ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. കാരണം മിക്കുള്ളവരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ലോസ് എക്സ്പോഷേഴ്സ് ദാറ്റ് ഹാവ് എ ലോ പ്രോബിലിറ്റി ഓഫ് ലോസ് ബട്ട് ഫോർ വിച്ച് ദ സിവിയാരിറ്റി ഓഫ് ലോസ് ഇസ് വെരി ഹൈ. നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു രോഗം വരുമ്പോൾ 100% ഉറപ്പോട് കൂടിയല്ല നമ്മൾ എടുക്കുന്നതല്ലേ. അത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിവിയാരിറ്റി വളരെ വലുതാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോലെ ഇൻഷുറൻസ് എടുക്കുന്നത്. അതാണ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസിൽ പറയുന്നത്. അതിൻ്റെ ചാൻസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി വളരെ കുറവാണ്, ബട്ട് സിവിയാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ്. So these all were the techniques adopted for risk management process. Okay, so നമ്മൾ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ റിസ്ക് മെഷർമെൻറ്റ്
ആൻഡ് നമ്മൾ ഈ റിസ്കിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റിസ്കിനെ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത് റാങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റിസ്ക്കുകൾക്ക് ഓരോന്നിനും ചിലപ്പോൾ ഓരോ മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ചില ലോസ് എക്സ്പോഷറിന് വരുന്നത് റിട്ടൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലതിന് വരുന്നത് പ്രിവെൻഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അതെല്ലാം എന്താണ് സെറ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഓരോന്നിനും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. Implementation of risk management program begins with a risk management policy statement that outlines the firm's risk management objectives, the firm's policy on loss control, educates top-level executives in regard to the risk management process, gives the risk manager the greater authority, provides standard for judging the risk manager's performance. സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുമാണ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത്. സോ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പോളിസിക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. ഇനി സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, after the proper implementation of the program, it should be periodically evaluated to analyze whether the objectives are attained or not. That is, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക്കലി എന്ത് ചെയ്യണം, ഇതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അറ്റൈൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൺഫേം ചെയ്യാനായിട്ട് പ്രോപ്പർ ഇവാലുവേഷൻ്റെ ആവശ്യം കൂടിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിനുള്ളിൽ വരുന്നത്. സോ ലെറ്റ്സ് കൺക്ലൂഡ് അവർ ടോപ്പിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. ഇതിനുള്ളിൽ 4 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, റിസ്ക് മെഷർമെൻറ്റ്, സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ടെക്നിക്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. സോ റിസ്ക് ഐഡൻറ്റിഫിക്കേഷനുള്ളിൽ ഇമ്പോർട്ടൻറ്റ് ലോസ് എക്സ്പോഷേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ റിസ്ക് മാനേജറിന് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് സെക്കൻഡ് വൺ റിസ്ക് മെഷർമെൻറ്റ്. ഇതിനുള്ളിൽ നമ്മൾ റിസ്കിനെ മെഷർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ 2 ടേംസ് പറഞ്ഞു, ഫ്രീക്വൻസി ആൻഡ് സിവിയാരിറ്റി. ഫ്രീക്വൻസി മീൻസ് പ്രോബിൾ നമ്പർ ഓഫ് ലോസ് ആൻഡ് സിവിയാരിറ്റി മീൻസ് പ്രോബിൾ സൈസ് ഓഫ് ലോസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ റിസ്കിനെ മെഷർ ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് വൺ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെക്നിക്. സോ ടെക്നിക്സിനുള്ളിൽ നമ്മൾ 2 ടൈപ്പ് പറഞ്ഞു, റിസ്ക് കൺട്രോൾ ആൻഡ് റിസ്ക് ഫൈനാൻസിങ്. റിസ്ക് കൺട്രോളിനുള്ളിൽ 3 ഉണ്ട്, അവോയ്ഡൻസ്, ലോസ് പ്രിവെൻഷൻ ആൻഡ് ലോസ് റിഡക്ഷൻ. റിസ്ക് ഫൈനാൻസിനുള്ളിൽ 3 ഉണ്ട്, റിട്ടൻഷൻ, നോൺ ട്രാൻസ്ഫർ ഇൻഷുറൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ്. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഈ ഒരു സ്റ്റെപ്പ് ബിഗിൻ ചെയ്യുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് പോളിസി സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണെന്ന് പറഞ്ഞു. പിന്നെ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷന് ശേഷം പീരിയോഡിക്കലി ഒരു ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ സബ്സ്ക്രൈബർ ഓഫ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ്. താങ്ക് യു.